Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഫിഷ് കട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ലൈവ് വന്നപ്പോഴത്തേക്കും ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു സാർഡിൻ ഫിഷ് കട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ചാള അന്വേഷിച്ച് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഫിഷുകളാണ് ഇതുള്ളത്. ഇവിടുത്തെ അടുത്തുള്ള പുഴയിൽ നിന്ന് പിടിച്ചതാണ്. ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആട്ടോ. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ളത് 1-2 കരിമീൻ്റെ കുഞ്ഞുണ്ട്. ഇവിടെ കരിമീൻ പൊരിക്കുക എന്നാണ് കരിമീൻ കുഞ്ഞിനെ പറയുക. പിന്നെ പൂള എന്ന് പറയുന്ന മീനുണ്ട്. പിന്നെ ഒരു 1-2 മുള്ളനുണ്ട്. പിന്നെ ഒരു കൂരി എന്ന് പറയുന്ന മീനുണ്ട്. ഈ കൂരി എന്ന് പറഞ്ഞ മീൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. അതിൻ്റെ മുട്ടയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. മഴക്കാലത്ത് കൂരിക്ക് മുട്ടയൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ കൂരിക്ക് മുട്ടയൊന്നുമില്ല. ഇങ്ങനെ അതിൻ്റെ മുട്ട എങ്ങനെയാണ് പറയുക, ഇപ്പോൾ നമ്മുടെ സാമുദാന ഇല്ലേ അതുപോലെ ഇരിക്കും. അതുപോലെയാണ് അതിൻ്റെ മുട്ട ഇരിക്കുക. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് മാന്തലാണ്. ഇത് ഇച്ചിരി പാടായിരുന്നു, കാരണം ഫ്രഷ് ആയിരുന്നു ഫിഷ്. അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയം എടുത്ത്. എന്താ പറയുക, ഫിഷ് കുറച്ച് ഫ്രഷായി ഇരിക്കുമ്പോഴത്തേക്കും അത് ക്ലീൻ ചെയ്യാൻ എപ്പോഴും കുറച്ച് പാടാണ്. അങ്ങനെ എല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുത്ത് കുറച്ച് ടൈം എടുത്തായിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനകത്ത് കുറച്ച് കുറച്ച് ഭയങ്കര തീരെ പൊടിയായിട്ടുള്ള ഫിഷ് ഉണ്ടായിരുന്നു, അത് വറുക്കാം, കുറച്ച് മുഴുത്തത് കറി വയ്ക്കാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ തിളപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതാണ് കൂരി. ഇത് ഞങ്ങൾ പുളിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കുമായിരുന്നു. വെള്ളം ചൂടാക്കിയില്ല, സാധാ തണുത്ത വെള്ളത്തിൻ്റെ അകത്ത് പുളി, അതായത് വാളംപുളി, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളിയില്ലേ, ആ പുളി മിക്സ് ചെയ്ത് അതിനകത്ത് കുറച്ച് ചൊറുക്കയും കൂടെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് കുതിർത്തി വെച്ചേക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇതിങ്ങനെ അതിൻ്റെ മുകളിലൊരു അഴുക്കുണ്ട്, അത് പോവില്ല. അത് കഴിഞ്ഞ് ഉപ്പിട്ട് 2 തവണ എല്ലാ മീനും വാഷ് ചെയ്തെടുത്തു. അപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം ആ ഒരു ഉളുമ്പ് മണം എന്ന് പറയും, അതിനൊരു പ്രത്യേക മണമുണ്ട് ഈ മീൻ. അപ്പോൾ ഈ മണം കംപ്ലീറ്റ് ആയിട്ട് പോകും ഈ ഉപ്പിട്ട് 1-2 തവണയൊക്കെ കഴുകി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 2 തവണ ഉപ്പിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്തു. അപ്പോഴത്തേക്കും വറുക്കാനുള്ളത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പം കൂരിയൊക്കെ വറുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പുരട്ടി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കൂടുതൽ വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.